മെർലിൻ സ്റ്റോറീസിൻ്റെ പുതിയൊരു കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സ്റ്റോറിയൊക്കെ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമ്മുടെ ഓരോ കഥയുടെയും പുതിയ സൂപ്പർ സ്റ്റോറീസുമായിട്ടൊക്കെ വരാനായി എനിക്ക് ഊർജം തരുന്നത്. ഇന്ന് ഒരു അമ്മയുടെ സ്റ്റോറി ആയാലോ? അമ്മയെ ഒരുപാട് പേർക്ക് കാഴ്ചവെക്കുന്ന ഒരു മോൻ എങ്ങനെയുണ്ടാവും? അവൻ്റെ അനുഭവത്തിൽ ബൈ ചാൻസിൽ സംഭവിച്ചത് പോകുന്നതാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, വേണമെന്ന് വെച്ചിട്ടല്ല, സംഭവിച്ചു പോയതാന്നേ. സിനിമ കാണാൻ ടാക്കീസിൽ പോയപ്പോഴുണ്ടായൊരു അനുഭവം. കഥയുടെ പറയാൻ പോകുന്നത് അഭിയാണ് കേട്ടോ. എൻ്റെ പേര് അഭി. കോളേജിൽ പഠിക്കുമ്പോൾ നടന്ന ഒരു സംഭവമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. എൻ്റെ വീട് എറണാകുളമാണ്. വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും. അച്ഛന് ഗൾഫിലാണ് ജോലി. വർഷത്തിൽ 1-2 മാസം നാട്ടിലുണ്ടാവും. അച്ഛന് നല്ല ശമ്പളമുള്ളത് കൊണ്ട് സാമ്പത്തികമായി കുടുംബം നന്നായി പോയിരുന്നു. എൻ്റെ അമ്മയാണ് ഈ കഥയിലെ പ്രധാന നായിക. അമ്മയെ കാണാൻ സിനിമാ നടി കാവ്യമാധവനെ പോലെ ആയിരുന്നു. അമ്മയുടേത് എല്ലാം നല്ല കൊഴുത്തുരണ്ടിട്ട് തന്നെയാണ്. മുൻഭാഗവും പിൻഭാഗവും എല്ലാം കണ്ടാൽ ആരും കൊതിച്ചു പോകും. സാമ്പത്തികമായി അച്ഛന് കഴിവുണ്ടായിരുന്നെങ്കിലും ശാരീരികമായി അതുണ്ടായിരുന്നില്ല. അച്ഛൻ വീട്ടിലുണ്ടായിരുന്നിട്ടും അമ്മ പലതവണയും സ്വന്തമായി ഓരോന്ന് ചെയ്ത് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്കിലും എനിക്കിതുവരെ അമ്മയോട് ഒരു മോശം വികാരവും തോന്നിയിട്ടില്ല കേട്ടോ. എല്ലാം അമ്മയുടെ ആ അവസ്ഥയുടേതല്ലേ എന്നോർത്ത് ഞാൻ ആശ്വസിക്കും. അങ്ങനെ ഒരു രാത്രിയിൽ സിനിമയ്ക്ക് പോവാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞാനും അച്ഛനും അമ്മയും ബുക്ക് ചെയ്യാൻ നോക്കി. ആകെ ബാക്കിയുണ്ടായിരുന്നത് 3 സീറ്റുകളായിരുന്നു. 11, 9, 8. 10 ആരോ നേരത്തെ ബുക്ക് ചെയ്തത് കൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ചുള്ള സീറ്റ് കിട്ടിയില്ല. അത് സാരമില്ല എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും ഞാനും തിയേറ്ററിലേക്ക് വണ്ടി തിരിച്ചു. ഒരു അരമണിക്കൂർ നേരത്തെ തിയേറ്ററിലെത്തിയിരുന്നു. അവിടെ അപ്പോൾ കുറച്ച് ആളുകളുമുണ്ട്. ഒരു ഭാഗത്ത് കുറച്ച് ചേട്ടന്മാർ നിന്ന് പുകവലിയും സ്മോൾ അടിയും ചെറിയ അലമ്പുമായി ഇരിക്കുന്നു. അവരെ കണ്ടപ്പോൾ ഞാനൊന്ന് ഭയന്നു. അപ്പോഴാണ് അവരുടെ കണ്ണുകൾ എൻ്റെ ഭാഗത്തേക്ക് വരുന്നത്. ഇവരെന്തിനാ എന്നെ നോക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് എൻ്റെ പിറകിൽ അമ്മ ഫോൺ നോക്കി നിൽക്കുന്നത്. അമ്മയുടെ ആ മുഴുപ്പുള്ള ഒട്ടും ഇടിയാത്ത ആ ശരീരമായിരുന്നു അവർക്ക് കൊതിയായി നോക്കിക്കൊണ്ട് നിന്നിരുന്നേ. അമ്മയാണ് ഈ നോട്ടം. എനിക്കത് കണ്ടപ്പോൾ എന്തോ പോലെ തോന്നി. ദേഷ്യമോ സങ്കടമോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരം. എൻ്റെ അമ്മയെ നോക്കി അവർ തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നത് കണ്ടു. എനിക്കത് മനസ്സിലായി, അമ്മയെപ്പറ്റി അവർ അനാവശ്യം പറഞ്ഞതാന്ന്. അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ആദ്യമല്ല കേട്ടോ. അമ്മയുമായി എവിടെ പോയാലും ഇതൊക്കെ പതിവാണ്. എപ്പോഴും എനിക്ക് ദേഷ്യമാണ് വരാറുണ്ടായിരുന്നത്. ഇപ്പോൾ പക്ഷേ വേറെന്തൊക്കെയോ ഒരു വികാരം തോന്നുന്നു. വല്ലാത്ത ഇറിറ്റേഷനുമുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിയേറ്ററിനുള്ളിലേക്ക് കയറി. പടം തുടങ്ങാറാകുമ്പോഴേക്കും സ്ക്രീൻ തുറന്നു. ഞങ്ങൾ അകത്തുപോയി ഞങ്ങളുടെ സീറ്റുകളിലിരുന്നു. അമ്മേ, പടം തുടങ്ങാൻ ഒരു 10-15 മിനിറ്റ് കൂടിയുണ്ട്. പോപ്കോൺ വാങ്ങി വരാം ഞാൻ. ഇതും പറഞ്ഞ് ഞാൻ എഴുന്നേറ്റു. അച്ഛനാണ് പോപ്കോൺ വാങ്ങാൻ പൈസ തന്നിരുന്നേ. പോപ്കോൺ വാങ്ങാൻ നിൽക്കുമ്പോൾ നേരത്തെ കണ്ട കൂട്ടത്തിലെ ഒരു ചേട്ടനും അവിടെ ഉണ്ടായിരുന്നു. അയാൾ എൻ്റെ അടുത്തേക്ക് വന്നു. ഹലോ. എനിക്ക് അസ്വസ്ഥത തോന്നി. എങ്കിലും ഞാനും ഒരു ഹലോ പറഞ്ഞു. എൻ്റെ പേര് വിപിൻ. ഞാൻ ചെറുതായെന്ന് ചിരിച്ചു. അതെ, നേരത്തെ കൂടെ ഉണ്ടായിരുന്നത് ആരാ? അയാളുടെ മുഖത്തെ ആർത്തി കണ്ടപ്പോൾ ഞാൻ വല്ലാതെയായി. അത് എൻ്റെ അമ്മയാണ്. എന്താ കാര്യം? ആ ചേട്ടനൊന്ന് ഞെട്ടി. അമ്മയോ? അങ്ങനെ ചോദിച്ചപ്പോൾ പഴയ സന്തൂർ സോപ്പിന്റെ പരസ്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. അതെ, എന്താ? എൻ്റെ അമ്മയാ. കണ്ടാ തോന്നില്ലേ? വിപിൻ അപ്പോ പറഞ്ഞു. ഇല്ല, കണ്ടാൽ നല്ല ഒന്നാം തരം. അയാൾ എന്തോ പറയാൻ വന്നു. ഞാൻ പെട്ടെന്നൊന്ന് ഞെട്ടി നോക്കി. അല്ല, നല്ല സുന്ദരിയാണെന്ന് പറയുകയായിരുന്നു അയാൾ. എന്നിട്ട് ഒരു വഷളൻ ചിരിയും ചിരിച്ചു. ഞാൻ പോപ്കോൺ ഒരു കുപ്പി വെള്ളവും വാങ്ങി ആ ചേട്ടനെ നോക്കാതെ അകത്തേക്ക് പോയി. അയാൾ കുറച്ചു കഴിയുമ്പോൾ ബാക്കിയുള്ള കൂട്ടുകാരുടെ അടുത്തേക്ക് പോയി എന്തോ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങളിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് അവരും അകത്തേക്ക് പോയി.
ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് പോയിരുന്നു. സിനിമ തുടങ്ങാൻ കാത്തിരുന്നു. സിനിമ തുടങ്ങുമ്പോഴേക്കും ആ ചേട്ടന്മാർ ഞങ്ങളുടെ റൈറ്റ് സൈഡിൽ പോകുന്നതാണ് കണ്ടത്. 10, 7, 6, 5 എന്നൊക്കെയായിരുന്നു അവരുടെ സീറ്റ് നമ്പർ. 11 ഞാനിരുന്നേ. വിപിൻ ചേട്ടൻ 10 വന്നിരുന്നു. അമ്മ 9, അച്ഛൻ 8. ബാക്കിയുള്ള വിപിൻ ചേട്ടന്റെ കൂട്ടുകാർ അച്ഛന്റെ സൈഡിൽ. എനിക്കുള്ളിൽ എന്തോ ഒരു പേടി തോന്നി. അച്ഛനും അമ്മയും അതൊന്നും കാര്യമാക്കുന്നേയില്ല. സിനിമ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴും പ്രത്യേകിച്ചൊരു പ്രശ്നവും ഉണ്ടായില്ല. എൻ്റെ ഉള്ളിലെ പേടി ഞാൻ മറന്നേ പോയി. സിനിമയിൽ ശ്രദ്ധിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞ് ദാഹിച്ചപ്പോഴാണ് അമ്മയുടെ കയ്യിലുള്ള കുപ്പിവെള്ളം ഞാൻ ഓർക്കുന്നത്. അമ്മയുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ശരിക്കും ആ അരണ്ട വെളിച്ചത്തിൽ ഞാൻ ഞെട്ടിപ്പോയിരുന്നു. വിപിൻ ചേട്ടൻ നന്നായി മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ് അമ്മയെ. അമ്മയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒളി കണ്ടിട്ട് അച്ഛനെ നോക്കി അതൊക്കെ ആസ്വദിക്കുന്നു. ഞാനൊന്നും അറിയാത്ത പോലെ സിനിമയെ നോക്കിയിരുന്നു. അച്ഛൻ്റെ കണ്ണുകളും സിനിമയിൽ തന്നെയായിരുന്നു. കുറച്ചു കഴിയുമ്പോൾ വിപിൻ ചേട്ടൻ അമ്മയുടെ മുകളിലൂടെ കൈകൾ ചേർത്തിരിക്കുകയാണ്. കുറച്ചു കഴിയുമ്പോഴേക്കും അമ്മ അയാളിലേക്ക് ചേർന്നിരിക്കുന്നു. എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാനേ ആയില്ല. പതിവൃതയായിരുന്ന എൻ്റെ അമ്മ ഭർത്താവും മകനും കൂടെയുള്ളപ്പോൾ തന്നെ ഒരു പരിചയവുമില്ലാത്ത ഒരുത്തിന് നിന്നു കൊടുക്കുന്നു. അതെന്നെ വല്ലാതെ ആക്കിക്കളഞ്ഞു. അമ്മയാണെങ്കിൽ തിരിച്ച് അയാൾക്കും എന്തൊക്കെയോ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് വിപിൻ ചേട്ടൻ അമ്മയുടെ ചെവിയിൽ എന്തോ രഹസ്യമായി പറയുന്നത് ഞാൻ കണ്ടത്. അമ്മയൊന്ന് അച്ഛനെ നോക്കി. അച്ഛനോട് എന്തോ പറഞ്ഞു. സീറ്റിൽ നിന്നും എഴുന്നേറ്റ് ഫോണിന്റെ ടോർച്ചടിച്ച് പുറത്തേക്ക് പോയി. കുറച്ചു കഴിയുമ്പോൾ വിപിൻ ചേട്ടന്റെ മാർക്കും സംശയമില്ലാത്തതുപോലെ പുറത്തേക്ക് പോയി. അച്ഛൻ പോപ്കോൺ തിന്ന് സിനിമ കണ്ടോണ്ടിരിക്കുക. ഈ നടക്കുന്നതൊന്നും ആൾ അറിയുന്നതേ ഇല്ല. എനിക്ക് അവിടെ ഇരുന്നിട്ടൊരു സമാധാനവും കിട്ടിയില്ല. ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ പിറകെ പോയി. ആ പരിസരത്തൊന്നും ഞാൻ അമ്മയെ കണ്ടതേയില്ല. പിന്നെ അവിടെയുള്ളത് ഒരു ടോയ്ലറ്റ് ആയിരുന്നു. ജെൻസിന് ടോയ്ലറ്റിൽ കയറി നോക്കി. അവിടെ ആരുമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങാൻ പോകുമ്പോഴാ ഉള്ളിലെ ബാത്റൂമിൽ നിന്ന് ഒരു ഞെരക്കവും ശൃംഗാരവും കേട്ടത്. ഞെട്ടിപ്പോയിരുന്നു ഞാൻ. ശബ്ദമുണ്ടാക്കാതെ തൊട്ടടുത്തുള്ള ക്യാബിനിൽ പോയിരുന്നു. തൊട്ടപ്പുറത്തായി അത്യാവശ്യം നല്ല പരിപാടി തന്നെ നടക്കുന്നുണ്ട്. എൻ്റെ അമ്മയാണതെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. ഞാൻ ഉറപ്പിക്കാൻ അമ്മയുടെ ഫോണിലേക്ക് കോൾ ചെയ്തു. തൊട്ടടുത്ത റൂമിൽ നിന്നും അമ്മയുടെ ഫോൺ റിങ് ചെയ്തു. ഞാൻ അപ്പോഴേക്കും അവിടുത്തെ ചുമരിൽ ചെവി വെച്ച് നോക്കി. അമ്മയാണ്. ഫോൺ വിളിക്കുന്നുണ്ട് മോൻ. അപ്പോഴേക്കും വിപിൻ ചേട്ടൻ ഒച്ചയെടുത്തു. കട്ട് ചെയ്യടിയാ ഫോൺ. നീ എന്തിനാ ഇപ്പൊ ഫോൺ എടുക്കാൻ പോകുന്നേ? രണ്ടുപേരും ആസ്വദിച്ച് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. അമ്മയുടെ അലർച്ചയും അയാളുടെ വല്ലാത്ത രീതിയിലുള്ള ശബ്ദവും കേട്ടപ്പോഴേക്കും എനിക്ക് തോന്നി അവിടെ തകർത്തോണ്ടേ ഇരിക്കുകയാണ്. അമ്മയെ വേറൊരാളുമായി ഇതുപോലുള്ളൊരവസ്ഥയിൽ കണ്ടിട്ട് എനിക്കാണെങ്കിൽ എൻ്റെ രക്തയോട്ടം കൂടുകയാ ചെയ്യുന്നത്. ചോരയോട്ടം കൂടി എനിക്ക് 100 ഡിഗ്രിയായി ഇരിക്കുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ശരിക്കും പറഞ്ഞാൽ സ്വന്തം അമ്മയുടെ കാര്യം ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഏതെങ്കിലും മക്കൾക്ക് ഇങ്ങനെയൊക്കെ ആകുമോ? അതൊക്കെ ഓർത്തപ്പോൾ എനിക്ക് ആദ്യം കുറ്റബോധം വന്നുവെങ്കിലും വികാരം എനിക്ക് തടുത്തു നിർത്താനായില്ല. ഞാൻ പോലും അറിയാതെ തന്നെ ഞാൻ എന്നെ സുഖിപ്പിച്ചു തുടങ്ങി. കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് ഓരോന്ന് ചെയ്തു തുടങ്ങി. ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്നറിയാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ടായി. അപ്പോഴാണ് താഴെ ഒരു സ്പേസ് ഉണ്ടായിരുന്നത്. അതിലൂടെ നോക്കിയാൽ ചിലപ്പോൾ എനിക്ക് ഉള്ളിലുള്ളത് കാണാൻ പറ്റും. ഞാൻ കൊതിയോടെ മുട്ടുകുത്തി നിന്ന് നോക്കി. അവിടെ വെച്ച് കണ്ട കാഴ്ച വല്ലാത്തൊരവസ്ഥയിലായിപ്പോയിരുന്നു ഞാൻ. അമ്മയുടെ സ്വർണ്ണ പാദസരമിട്ട ആ വെളുത്ത കാലുകൾ. അല്പം കഴിയുമ്പോഴേക്കും അമ്മ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ടുണ്ട്. പിന്നീട് അമ്മയുടെ അടുത്തായി നിൽക്കുന്ന വിപിൻ ചേട്ടൻ നന്നായി തന്നെ അയാൾ എടുത്തിട്ട് പെരുമാറുകയാണ്. എനിക്കത് കണ്ടപ്പോൾ തന്നെ സകല കൺട്രോളും പോയി. അമ്മയാണെങ്കിൽ ഞാൻ അമ്മയെ ഇങ്ങനെ ഒരു എക്സ്പ്രഷനിൽ ഇതുവരെ കണ്ടിട്ടേയില്ല. അമ്മ തികച്ചും വെറുതെ ബസ് സ്റ്റാൻഡിലൊക്കെ കാണുന്ന ആൾക്കാരെ പോലെ അത്രയും തരംതാണ് നിന്ന പോലെ. എങ്കിലും അമ്മയോട് എനിക്ക് ദേഷ്യമല്ല തോന്നിയത്. അമ്മയോട് വല്ലാത്തൊരു വികാരം തോന്നിപ്പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാഴ്ച അത്രയും അടുത്തു നിന്ന് കാണുമ്പോൾ ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ എത്തിപ്പോയിരുന്നു.
അമ്മയാണെങ്കിൽ വിപിൻ ചേട്ടൻ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ കണ്ണടച്ച് രസിക്കുകയാണ്. അയാളാണെങ്കിലോ അമ്മയുടെ സൗന്ദര്യം മുഴുവൻ ആസ്വദിച്ച് ഓരോന്ന് ചെയ്യുന്നു. ഞാനാണെങ്കിൽ അതെല്ലാം കണ്ട് സ്വന്തമായി ഒന്ന് സുഖിച്ചു തുടങ്ങി. അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ തോളിലൊരു കൈ. ഞാൻ ഞെട്ടിപ്പോയി. പെട്ടെന്ന് ആരോ എൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചു തൊട്ടടുത്ത മുറിയിലേക്ക്. വിറച്ചു പോയി ഞാൻ നോക്കുമ്പോൾ അത് വിപിൻ ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 ചേട്ടന്മാരായിരുന്നു. ഒരാളാണ് സജീഷ്, ഒരാള് രമേശ്. എടാ, അപ്പോൾ ഇതാണല്ലേ നിന്റെ പരിപാടി? സ്വന്തം അമ്മയുടെ കൂടെയുള്ള പരിപാടി തന്നെ വേണോടാ നിനക്ക് ഒളിഞ്ഞു നോക്കാൻ? നിന്റെ അമ്മയോട് ഇത് പറഞ്ഞിട്ട് തന്നെ കാര്യം. അയ്യോ വേണ്ട ചേട്ടാ, അമ്മ അറിഞ്ഞാൽ എനിക്ക് നാണക്കേടാ, പറയല്ലേ. അപ്പോഴേക്കും അയാൾ നന്നായി എന്തൊക്കെയോ തെറികൾ പറഞ്ഞു. ഏതായാലും അമ്മയും കൊള്ളാം മോനും കൊള്ളാം, രണ്ടും ഒരുപോലെ തന്നെ. ഏതായാലും നിന്റെ അമ്മയെക്കാളും അടിപൊളിയാണ് നീ. അമ്മയെ വെട്ടിക്കുന്നതാണല്ലോ നിന്റെ ഈ പരിപാടി. അല്ലെങ്കിൽ നീ അതിങ്ങനെ ഒളിഞ്ഞു നോക്കി ഇത്ര കൊതിയോടെ ഓരോന്ന് ചെയ്യുവോ? അല്പസ്വല്പം കഴിയുമ്പോഴേക്കും ആ ബാത്റൂമിലെ ശബ്ദം കലശലായി ഉയർന്നു. വിപിൻ ചേട്ടനും അമ്മയും നല്ല ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട്. കുറച്ചു കഴിയുമ്പോൾ അമ്മയുടെ ശക്തമായ അലർച്ച കേട്ടു, വിപിൻ ചേട്ടന്റെയും. അവിടെ അവരിപ്പോൾ രണ്ടുപേരും എല്ലാം അവസാനിപ്പിച്ചുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വിപിൻ ചേട്ടൻ ക്ഷീണിച്ച് പുറത്തേക്ക് വന്നു. വിയർപ്പ് തുടച്ച് ഷർട്ടിന്റെ ബട്ടൺസൊക്കെ ഇട്ടാണ് പുള്ളി വരുന്നത്. സജീഷിനെ രമേശിനെയും നോക്കി സൂപ്പർ എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അപ്പോഴാണ് വിപിൻ ചേട്ടൻ എന്നെ ശ്രദ്ധിച്ചത്. ഞാൻ ടെൻഷനായി നിൽക്കുകയാ. അമ്മയാണെങ്കിൽ ഉള്ളിൽ ഒന്നും അറിയാതെ ഡ്രസ് ചെയ്യുന്നു. ഇവനെന്താ ഇവിടെ? വിപിൻ ചേട്ടൻ ചോദിച്ചു. സുമേഷ് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഇവൻ നിങ്ങളുടെ ഈ പരിപാടിയൊക്കെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയായിരുന്നു. വിപിൻ ചേട്ടന് ചിരി വന്നു. എന്നിട്ട് നീ എന്തെങ്കിലും കണ്ടോടാ? സുമേഷ് അപ്പോഴേക്കും ഒരു ഗോളടിച്ചു. കാണാതെ പിന്നെ അവൻ നന്നായി കണ്ടിട്ടുണ്ടാവുന്ന ഉറപ്പാ. കാരണം ഇവനും പരിപാടിയുടെ പകുതിയിലായിരുന്നു ഞങ്ങൾ വരുമ്പോൾ. അമ്മ പുറത്തേക്ക് വരാറായപ്പോൾ അവരെന്നെ അടുത്ത ടോയ്ലറ്റിൽ കയറ്റി കതകടച്ചു. ഞാൻ അവിടുത്തെ ആ ഡോറിന്റെ വിടവിലൂടെ പുറത്തേക്ക് നോക്കി. അമ്മയാണെങ്കിൽ അത്രയും പേരുടെ ഇടയിൽ നിന്ന് നാണത്തോടെ പുറത്തേക്ക് വന്നു. അമ്മ പോയപ്പോൾ അവർ എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു. സുമേഷ് എന്നെ പെട്ടെന്ന് അയാളുടെ ഫോണിലുള്ളൊരു വീഡിയോ കാണിച്ചു തന്നു. ഞാൻ അമ്മയുടെ കാര്യമായിട്ട് ആ സീനൊക്കെ നോക്കി സുഖിക്കുന്നതായിരുന്നു ആ കാഴ്ച. ഞാൻ പേടിച്ചുപോയി. എൻ്റെ മുഖം ശരിക്കും അതിൽ പതിഞ്ഞിട്ടുണ്ട്. സുമേഷ് ദേഷ്യത്തോടെ പറഞ്ഞു, നീ ഇത് കണ്ടല്ലോ, വേറെ ആരെങ്കിലും ഇതൊക്കെ കാണണോ വേണ്ടയോ നീ തീരുമാനിക്കും. അല്ലെങ്കിൽ നീ ഇപ്പൊ തന്നെ നിങ്ങൾ വന്ന കാറിന്റെ കീ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് ഞങ്ങൾക്ക് കൊണ്ട് തരണം. എനിക്ക് ടെൻഷനായി. ചതിക്കല്ലേ ചേട്ടാ, പ്ലീസ് പോയി എടുത്തോണ്ട് വാടാ. നീ ഒന്നും പറയണ്ട, അല്ലെങ്കിൽ ഇത് മുഴുവൻ നിന്റെ അമ്മയും നാട്ടുകാരും കാണും. ഞാൻ പേടിച്ചു പോയിരുന്നു. തിയേറ്ററിനുള്ളിലേക്ക് കയറി ഞങ്ങളുടെ സീറ്റിനടുത്തേക്ക് നടന്നു. പക്ഷെ അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. അമ്മ എവിടെ പോയെന്ന് ഞാൻ ആലോചിച്ചു. അച്ഛനൊന്നും അറിയാതെ സിനിമ കണ്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അച്ഛാ, അച്ഛൻ സിനിമയിൽ നോക്കി ചോദിച്ചു. എന്താടാ? കാറിന്റെ താക്കോലൊന്ന് തരുമോ? എന്തിനാ? എൻ്റെ ഫോൺ അതിലായിപ്പോയി. പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് എനിക്ക് സിനിമ കാണുന്നതിനിടയിൽ തന്നു. ഞാൻ താക്കോലുമായി പുറത്തേക്ക് നടന്നു. എൻ്റെ മനസ്സിൽ വല്ലാത്ത ഭയം തോന്നി. അവർക്ക് എന്തിനാവും താക്കോൽ? കാർ മോഷ്ടിക്കാനായിരിക്കുമോ? രമേശ് ചേട്ടൻ അപ്പോഴേക്കും എൻ്റെ അടുത്തെത്തി. ആ മിടുക്കൻ, ഇങ്ങതാ. താക്കോല് വാങ്ങി എന്നോട് പിറകെ വരാൻ പറഞ്ഞു. ഞാൻ പതുക്കെ പിറകെ നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പാർക്കിംഗ് സൈഡിലെത്തി. രമേശ് ചേട്ടൻ നിന്നു. എടാ, നീ ഇവിടെ കാവൽ നിൽക്ക്. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം കേട്ടല്ലോ. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അതനുസരിച്ച് അവിടെ നിന്നു. ഒരു 5-6 മിനിറ്റ് അവിടെ നിന്ന് എൻ്റെ കാല് വേദനിച്ചു. എന്താണ് അവരവിടെ ചെയ്യുന്നതെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹം തോന്നി. ഞാൻ പതുക്കെ അങ്ങോട്ടേക്ക് പോയി നോക്കി. കുറെ വണ്ടികളുടെ ഇടയിലാ ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ കാറിന്റെ അടുത്ത് എത്തുമ്പോൾ അവിടെ കണ്ട കാഴ്ച ഞെട്ടിപ്പോയി. എൻ്റെ തൊണ്ട വല്ലാതെ വരണ്ടു. വായിലെ വെള്ളം വറ്റി. കാറിന്റെ ബാക്ക് സീറ്റ് താഴത്തെ ബെഡ് പോലെ വെച്ചിരിക്കുന്നു. കാറിന്റെ ഡിക്കിയും 2 ഡോറും തുറന്നു വെച്ചിട്ടുണ്ട്. ബാക്ക് സീറ്റിൽ എൻ്റെ അമ്മ. അമ്മയാണെങ്കിൽ ദുർബന്ധമില്ലാതെ. റൈറ്റ് ഡോറിലൂടെ സുമേഷ് ചേട്ടൻ ഒരു സൈഡിൽ, ഇപ്പുറത്ത് ലെഫ്റ്റ് ഡോറിലൂടെ രമേശ് ചേട്ടൻ. ഡിക്കിയിലൂടെ അവരുടെ നടുക്ക് വിപിൻ ചേട്ടനുമുണ്ട്. വിപിൻ ചേട്ടൻ വീഡിയോ എടുക്കുകയാ.
ഇപ്പോ ഈ രണ്ട് ചേട്ടന്മാരും വിപിൻ ചേട്ടനും അല്ലാതെ നാലാമത് എനിക്കറിയാത്ത വേറൊരാളും കൂടി ഉണ്ട്. ഞാൻ ഈ കാഴ്ചയെല്ലാം ഒളിഞ്ഞു നിന്ന് നോക്കി. സ്വന്തം അമ്മയെയാണ് ഇതിനകത്തേക്ക് കൊണ്ടുപോകാൻ അവരെന്നോട് കാറ് ചോദിച്ചത്. അമ്മയ്ക്ക് കാവൽ നിൽക്കാനാ അവരെന്നോട് പറഞ്ഞത്. എനിക്ക് ആ ദൃശ്യം കണ്ടപ്പോ ആദ്യം തന്നെ വല്ലാത്ത ചോരയോട്ടമാണ് ഉണ്ടായി. ഇങ്ങനൊരു അവസ്ഥ ജീവിതത്തിൽ ആദ്യമാ. എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് നിയന്ത്രിക്കാനായില്ല. അമ്മയെ കൂട്ടമായി അവരെന്തൊക്കെയാ ചെയ്യുന്നത്? അവരുടെ ആ കലാപരിപാടികൾ ഞാൻ ഒളിഞ്ഞു നോക്കി സ്വന്തമായി ഓരോന്ന് ചെയ്തു തുടങ്ങി. അമ്മയുടെ ആ ഭംഗിയുള്ള ഓരോ ഭാഗങ്ങളും രണ്ടുപേരും ഒരു മയവുമില്ലാതെ ഓരോന്ന് ചെയ്യുന്നുണ്ട്. ബാക്കി രണ്ടുപേരിൽ ഒരാൾ അമ്മയുടെ അടുത്തേക്ക് പടർന്നു കയറുകയാ, വേറൊരാൾ വീഡിയോയും എടുക്കുന്നു. 4 പേരും കൂടെ അമ്മ ചെയ്യുന്നൊരു അവസ്ഥയിൽ എത്തിക്കും ഞാൻ മനസ്സിലോർത്തു. അമ്മയാണെങ്കിലോ ഇവരുടെ ഈ പണികളെല്ലാം ആസ്വദിച്ച് കാറിക്കൂവി അവരുടെ ഓരോ കരവിരുതും ആസ്വദിക്കുന്നു. അമ്മയുടെ ആ നിലവിളി ഒച്ചയെല്ലാം ആ പാർക്കിംഗ് ഏരിയ മുഴുവനും കേൾക്കാം. എനിക്കാണെങ്കിൽ കൺട്രോൾ പോയി. ഒരു ഉഗ്രസ്ഫോടനം തന്നെയാണ് ഞാൻ അവിടെ വെച്ച് നടത്തിയത്. വീട്ടിൽ വിറച്ചു പോയിരുന്നു ഞാൻ കുറച്ചു നേരത്തേക്ക്. അപ്പോഴാണ് അവരെന്റെ അമ്മയെ നന്നായി തന്നെ പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോ സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് വരുന്നേ. പാർക്കിങ്ങിലെ സെക്യൂരിറ്റി ആയിരുന്നു. എന്താണ് ഇവിടെ പരിപാടി? അയാൾ ഞെട്ടിയൊരു തെറിയും വിളിച്ചുകൊണ്ടാണ് വരുന്നത്. അമ്മ പെട്ടെന്ന് അഴിഞ്ഞു കിടന്നിരുന്ന സാരിയൊക്കെ എടുത്ത് മാനം മറച്ച് ഭയന്നിരുന്നു. അപ്പോഴേക്കും വിപിനായിരുന്നു. പേടിച്ചു പോയല്ലോ, താൻ എന്തിനാടോ ഇത്ര ഒച്ചയുണ്ടാക്കുന്നത്? അത് കേൾക്കുമ്പോഴേക്കും സെക്യൂരിറ്റി എന്റെ അമ്മയെ നോക്കി വല്ലാത്തൊരു ചിരി. അയാൾക്കൊരു 50 വയസ്സ് കാണും. അമ്മയും വല്ലാത്തൊരവസ്ഥയിൽ അയാളെ നോക്കി. വിപിനെ നോക്കി വേണ്ട വേണ്ട എന്ന് അമ്മ പറയുന്നുണ്ടെങ്കിലും വിപിൻ എന്തോ അമ്മയോട് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ അമ്മ സാരി മാറ്റി സീറ്റിൽ അങ്ങ് കിടന്നു. ഇറച്ചി കഷ്ണം വീണ് കിട്ടിയ ആ പട്ടിക്കുട്ടനെ പോലെ സെക്രട്ടറി അമ്മയുടെ മേലേക്ക് ചാടി വീണു. അയാൾ ആർത്തിയോടെ അമ്മയിലേക്ക് അമർന്നു. വിപിനും കൂട്ടരും ഇതും കണ്ട് രസിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം അയാൾ കാര്യമായി തന്നെ അമ്മയെ പണിഞ്ഞു തുടങ്ങി. അപ്പോഴേക്കും മറ്റവന്മാർ ഇതും ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അർഹതയില്ലാത്തൊരു കിളവൻ അമ്മയെ ആസ്വദിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് പിന്നെയും ഉഷാറായി. അയാളുടെ താഴെ അമ്മ സുഖിക്കുന്നത് കണ്ട് ഞാൻ അവിടെ ഒളിച്ചു നിന്നു. പെട്ടെന്ന് എൻ്റെ തോളിൽ ഒരു കൈ. രമേശ് ചേട്ടനായിരുന്നു. ഞാൻ വീണ്ടും ഞെട്ടിപ്പോയി. പെട്ടെന്ന് പാൻറ് നേരെയാക്കി അയാളുടെ മുമ്പിൽ നാണിച്ചു നിന്നു. നിനക്ക് നാണമില്ലേടാ? മുന്നെയല്ലേ ഞാൻ അവിടെ കാവല് നിർത്തിയത്? അത് ഞാൻ നിങ്ങളിവിടെ ചെയ്യുന്നത് എന്താണെന്നറിയാൻ. ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങളിവിടെ എന്താ ചെയ്യുന്നതെന്ന്? അപ്പോ സതീഷ് ചേട്ടനും സുമേഷ് ചേട്ടനും ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഇവന്റെ അസുഖം അത് തന്നെയാ, ഇത് ഞാനിന്ന് തീർത്തു കൊടുക്കും, സുമേഷ് ചേട്ടൻ പറഞ്ഞു. എന്റെ കഴുത്തിന് പിടിച്ചവർ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി. അമ്മയെ സീറ്റിൽ കിടത്തി ആ സെക്യൂരിറ്റി കാര്യമായി തന്നെ പറഞ്ഞു ചെയ്യുന്നുണ്ട്. അയാളുടെ അവിടുത്തെ ആ കാഴ്ചകളൊക്കെ എനിക്ക് ആദ്യത്തെ അനുഭവമായിരുന്നു. ഞാനതെല്ലാം കൊതിയോടും അത്ഭുതത്തോടും നോക്കി നിന്നുപോയി. ഞാൻ പോലും അറിയാതെ എനിക്ക് ചൂട് പിടിച്ചു. കുറെ കഴിയുമ്പോഴേക്കും അയാൾ നന്നായി തന്നെ അമ്മയ്ക്ക് സ്ഫോടനം നടത്തി. അവശനായി അയാൾ എഴുന്നേറ്റങ്ങ് മാറി. അപ്പോഴേക്കും ആ കാഴ്ചയൊന്ന് കാണണമായിരുന്നു. അമ്മയാണെങ്കിൽ ഇങ്ങനെ കിടക്കുന്നു മലർന്നിട്ട്. പുറത്തേക്ക് വരുന്ന ആ വിസ്ഫോടനത്തിന്റെ ബാക്കി അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. അയാള് അമ്മയെ നോക്കി വീണ്ടും നേരത്തെ ബിപിൻ ചേട്ടൻ കാണിച്ച പോലെ കൈകൊണ്ട് സൂപ്പർ എന്ന രീതിയിൽ ഒരു ഉഗ്രൻ മുദ്ര കാണിച്ചു. ബിപിൻ ചേട്ടനും കൂട്ടരും ആസ്വദിച്ചൊന്ന് ചിരിച്ചു. പെട്ടെന്ന് അയാൾ എഴുന്നേറ്റ് നന്ദിയും പറഞ്ഞു പോയി. അപ്പോഴാണ് അമ്മ എന്നെ കാണുന്നത്. എന്നെ കണ്ടപ്പോഴേക്കുമുള്ള അമ്മയുടെ ഞെട്ടൽ. ഞാനും പെട്ടെന്ന് ഞെട്ടിപ്പോയി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാനാവാതെ തല താഴ്ത്തി നിന്നു. വിപിൻ ചേട്ടനെയും എന്നെയും മാറി മാറി നോക്കി അമ്മ അത്ഭുതപ്പെട്ടു. അവരാവട്ടെ എന്നെയും അമ്മയെ നോക്കി വല്ലാത്തൊരു ചിരി. കുറെ കഴിയുമ്പോഴേക്കും കാറിൽ AC ഓണാക്കി റേഡിയോയിൽ പാട്ടുമൊക്കെ വെച്ച് വണ്ടി ഡ്രൈവ് ചെയ്യുകയാണ്. അവരുടെ കയ്യിൽ ഒരു ബിയറുമുണ്ട്. ബാക്ക് സീറ്റിൽ ഞാനും അമ്മയും. അമ്മയെ പോലെ തന്നെ ഇപ്പോൾ ഞാനും നൂൽബന്ധമില്ലാതെയാ. കുറച്ചു കഴിയുമ്പോഴേക്കും അവർ എന്നോട് നന്നായി തന്നെ ആക്രോശിച്ചു അമ്മയ്ക്ക് ക്ലീൻ ചെയ്യാൻ. പിന്നീട് മനസ്സില്ലാ മനസ്സോടെ ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തു. അവിടെ എല്ലാവരും നടത്തിയിരുന്ന ആ സ്ഫോടനത്തിന്റെ ബാക്കി പത്രമായി അമ്മ അതെല്ലാം ഉള്ളിലടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ അണുപൊട്ടി ഒഴുകി.
എനിക്ക് മനസ്സില്ലാ മനസ്സോടും ഒരുപാട് താല്പര്യമില്ലാതിരുന്നിട്ടും നിവൃത്തിയില്ലാതെ അതൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വന്നു. എന്റെ ആ പരിപാടി കണ്ടപ്പോൾ അവർ ആസ്വദിച്ച് ചിരിച്ചു. നീ കൊള്ളാലാടോ മോനെ, അമ്മയ്ക്കാണിതൊക്കെ ചെയ്തു കൊടുക്കുന്നേ, നിന്റെ ഒരു ഭാഗ്യം. അമ്മയ്ക്ക് ആദ്യം താല്പര്യമില്ലായിരുന്നെങ്കിലും കുറച്ചു കഴിയുമ്പോഴേക്കും അമ്മ പുളകം കൊള്ളാൻ തുടങ്ങി. എങ്കിലും നിന്റെ അമ്മ ഏതായാലും കൊള്ളാം, കെടില സാധനം. മതിയടാ, എത്ര നേരമായി നീ തിന്നുന്നു. കുറച്ചു കഴിയുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ എന്റെയും അമ്മയുടെയും വീഡിയോയൊക്കെ എടുക്കുകയാണ്. എനിക്ക് നാണം വന്നു. അമ്മയ്ക്കും വല്ലാത്തൊരവസ്ഥയായിരുന്നു. കുറെ കഴിയുമ്പോഴേക്കും പെട്ടെന്ന് അവരുടെ ഫോണിൽ ബെല്ലടിച്ചു. ആ സമയത്തേക്ക് ഇപ്പോൾ നേരെ തിരിച്ചായി. അമ്മ എനിക്കാണ് ഓരോന്നിപ്പോൾ ചെയ്തു തരുന്നത്. ആദ്യമായി എനിക്ക് കിട്ടിയ ആ സുഖത്തിൽ ഞാൻ മുഴുകി നിൽക്കുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പൊട്ടിച്ചു. അപ്പോഴേക്കും അവരെല്ലാവരും ചിരിച്ചു തുടങ്ങി. നിനക്ക് നാണമുണ്ടോടാ? ഇതൊക്കെ എന്തിനാ കൊണ്ടു നടക്കുന്നേ? ആണത്തമില്ലാത്തവൻ, നിന്റെ അച്ഛന്റെ മകൻ തന്നെയാ നീ. നീ ഇപ്പോഴൊന്നും പെണ്ണ് കെട്ടണ്ട കേട്ടോ. അപ്പോഴേക്കും വേറൊരാൾ, നീ കെട്ടിക്കോടാ ധൈര്യമായി, ഞങ്ങളൊക്കെ ഇല്ലേ, ആ പെൺകുട്ടിയെ ഞങ്ങൾ നോക്കിക്കോളാം. അവളുടെ എല്ലാ ആഗ്രഹവും നിന്റെ അമ്മയുടേതുപോലെ ഞങ്ങൾ മാറ്റിക്കൊടുക്കാൻ നീ. ഞാൻ അപ്പോഴേക്കും നാണം കൊണ്ട് എന്റെ ചെറുതായത് ഒത്തിപ്പിടിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും സെക്യൂരിറ്റി ചേട്ടനായിരുന്നു ഫോൺ വിളിച്ചിരുന്നത്. വിപിൻ ചേട്ടൻ ഫോൺ എടുത്തു. എടാ പിള്ളേരെ, പടം കഴിയാനായി, ഇപ്പൊ തന്നെ അവളെ ഒഴിവാക്കി വിട്ടേക്കൂ. ആ ശരി ശരി. അവർ കോൾ കട്ട് ചെയ്തു. അപ്പൊ തന്നെ ഞങ്ങളോട് ഡ്രസ്സൊക്കെ ചെയ്യാൻ പറഞ്ഞു. ഞാനും അമ്മയും ഡ്രസ് ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ കുറ്റബോധത്തോടെ ഞാനും അമ്മയും പരസ്പരം നോക്കാതിരുന്നു. കുറച്ചു സമയം കഴിയുമ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും ഒന്നും അറിയാത്തതുപോലെ തിയേറ്ററിനകത്തേക്ക് കയറി. അമ്മ ആദ്യം ഇരുന്ന സീറ്റിൽ പോയിരുന്നു. ഞാനിരുന്ന സീറ്റിലും. ഇതൊന്നും അറിയാതെ, ഇതൊന്നും കണ്ട ഭാവം നടിക്കാതെ എന്റെ അച്ഛൻ അപ്പോഴും തിയേറ്ററിലെ സ്ക്രീനിൽ കണ്ണു നട്ടിരിക്കുകയാണ്. വിപിൻ ചേട്ടൻ ഞാൻ നോക്കുമ്പോൾ അമ്മയുടെ പിന്നിൽ വന്നിരിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കാര്യമായി തന്നെ അമ്മയ്ക്ക് തിയേറ്ററിലും സ്വൈര്യം കൊടുക്കുന്നില്ല. ഓരോ രീതിയിൽ തൊടലും പിടിക്കലും ഒക്കെ നന്നായി നടക്കുന്നുണ്ട്. അമ്മയ്ക്ക് അതൊക്കെ ഇപ്പോഴും ഒരു മടിയുമില്ലാതെ ആസ്വദിക്കാനാണ് തോന്നുന്നത്. എങ്കിലും അച്ഛൻ ഇതൊക്കെ കാണുന്നുണ്ടാവുമോ, അതോ മനസ്സിലായിട്ടും അറിയാത്ത പോലെ ഇരിക്കുകയാണോ എന്നുള്ള അവസ്ഥയായിരുന്നു എനിക്ക്. ഏതായാലും ഇന്നത്തെ ഈ കാഴ്ചയും കണിയും കൊണ്ട് ജീവിതത്തിൽ അനുഭവിക്കാത്ത പുതിയ ഒരുപാട് സുഖങ്ങളാ ഞാൻ അനുഭവിച്ചത്. അമ്മയ്ക്ക് ഇതൊക്കെ ആദ്യത്തെ അനുഭവമാണോ, അതോ അമ്മ സ്ഥിരമായി ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അമ്മയെ നന്നായി തന്നെ അവർ മുതലാക്കിയിട്ടുണ്ട്. 4 പേർ ചേർന്നിട്ടുള്ള ആ കാഴ്ച ഇത്രയും കാലം ഞാൻ ഫോണിൽ പോലും കാണാൻ ധൈര്യപ്പെട്ടിട്ടില്ല. അപ്പോഴാണ് നേരിട്ട്, അതും സ്വന്തം അമ്മയും കൂടി ആവുമ്പോൾ പറയാനുണ്ടോ? ഏതൊക്കെ പറഞ്ഞാലും എന്റെ സുന്ദരി അമ്മയുടെ കാഴ്ച കാണാൻ ഭാഗ്യം കിട്ടിയ ഞാനൊരു മോനെന്ന നിലയിൽ ലക്കിയല്ലേ. പടം കഴിയാനായപ്പോഴേക്കും അവരെല്ലാവരും ഇറങ്ങി ബൈക്കും എടുത്ത് മുന്നേ പോയി. കുറെ കഴിയുമ്പോഴേക്കും ഞങ്ങൾ കാറും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. എന്നാൽ ഞങ്ങളുടെ കാറ് പോകുമ്പോഴും വിപിൻ ചേട്ടനും കൂട്ടരും അവിടെ നിന്ന് പോയിട്ടില്ലായിരുന്നു. വീട് വരെ അവർ ഞങ്ങളെ ഫോളോ ചെയ്തു. എനിക്കാണെങ്കിൽ വല്ലാതെ ടെൻഷനായി. ഇനിയും അവർ ഞങ്ങളെ തേടി വരുമോ എന്നായിരുന്നു എന്റെ പേടി. ഇനി വീട്ടിലേക്ക് കയറി വരുമോ? അച്ഛൻ ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാനും അമ്മയും ഒറ്റയ്ക്കല്ലേ, അന്നേരം ഉപദ്രവിക്കുമോ എന്നൊക്കെയായിരുന്നു എന്റെ പേടി. അറിയില്ല, ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനെയാണ് എന്റെ മനസ്സിലുള്ളത്. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. കമന്റ് ഇടാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ കമന്റും പുതിയ സ്റ്റോറീസുമായി വരാൻ എനിക്ക് കൂടുതൽ ഊർജ്ജം തരും. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു സൂപ്പർ കഥയുമായി മെർലിൻ വീണ്ടും വരും കേട്ടോ. ബൈ ബൈ ഡിയേഴ്സ്.